ഹലോ, ഗുഡ് മോർണിംഗ്. രാധാസ്വാമി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് ഇന്നത്തെ കാറ്റത്തെ കിളിക്കൂടിൻ്റെ കഥയൊന്ന് കേൾക്കാം കേട്ടോ. അപ്പോൾ കാറ്റത്തെ കിളിക്കൂടിൻ്റെ കഥയിൽ ഇന്നിപ്പോൾ 17/6/26 കഥയാണ് കേട്ടോ. അങ്ങനെ നമ്മളുടെ നിധിയും സുധീഷും കൂടെ കടപ്പുറത്ത് ഒരു ബീച്ചിൽ പോയിരിക്കും. ബീച്ചിലെത്തിയിട്ട് ഒരു ഒരു ഇതുപോലെ മണ്ഡപമൊക്കെ പോലുള്ളൊരു സ്ഥലത്ത് പോയി നിന്നിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ സുധീഷിന് അങ്ങനെ അവൻ്റെ മനസ്സിലുള്ള ഇഷ്ടം നിധിയോട് പറയാൻ കിട്ടിയ ഒരു ചാൻസാണത്. അപ്പോൾ അവനത് പറയുന്നുണ്ട്. പക്ഷേ അതിലും വലിയ കള്ളത്തരങ്ങൾ, സുധീഷിൻ്റെ കള്ളത്തരങ്ങൾ കണ്ടുപിടിച്ച് വന്നിങ്ങനെ പൊട്ടാൻ നിൽക്കുന്ന ബോംബ് പോലെയാണ് നമ്മളുടെ നിധി നിൽക്കുന്നത്. അതൊന്നും അറിയാണ്ട് അവൻ പറയുകയാണ്, സുധീഷ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാടോ, ഞാൻ തന്നെ കണ്ട അന്ന് മുതൽ തന്നെയോട് എനിക്ക് എല്ലാം ഇഷ്ടമായി തുടങ്ങി. അപ്പോൾ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ, ചാൻസുകൾ, കാരണം ഇവളെ കൂടുതൽ ഇവനിലേക്ക് അടുപ്പിക്കുന്ന ഓരോരോ സംഭവങ്ങളുണ്ടായി. അങ്ങനെ ആയിരിക്കുമ്പോഴാണ് ഓസ്ട്രേലിയൻ കങ്കാരുമായിട്ടുള്ള, അത് സൂര്യനായിട്ടുള്ള കല്യാണം വേണ്ടാന്ന് പറഞ്ഞാൽ അവൾ ഇവനെയും കൂട്ടി ഒളിച്ചോടുന്നത്, ഇവൻ സഹായിക്കുന്നത്. പക്ഷേ ഇവൻ അത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ എന്താണ് വൈദ്യർ രോഗി ഇച്ഛിച്ചും പാല് വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്ന് പറഞ്ഞ പോലെ അവന് അവളെ ഇഷ്ടമായിരുന്നു. ആ ഒരു ചാൻസിൽ അവൻ അവളെയും കുട്ടിയും കൊണ്ട് വന്നു. പിന്നെ അവളുടെ അച്ഛനും വീട്ടുകാരും കൂടെ ഇവളെ ഫോളോ ചെയ്ത് വന്നപ്പോൾ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിക്കയറി അവിടെ വെച്ച് കല്യാണം നടത്തി. പക്ഷേ അപ്പം പറയാം, എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ്, തന്നെ ഉപേക്ഷിക്കാൻ വയ്യ, താൻ ഡിവോഴ്സ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് സത്യത്തിൽ വിഷമാണ്, എന്തിനാണ് നമ്മൾ ഡിവോഴ്സ് ചെയ്യുന്നത്, നമുക്ക് ഒരുമിച്ച് ജീവിച്ചൂടെ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അതൊക്കെ പറയുമ്പോൾ ഇവൾ മിണ്ടാണ്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇവ അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, എനിക്ക് നിധി സത്യം താൻ ഇവിടുന്ന് വിട്ടു പോയില്ലേ, ഹോസ്റ്റലിലേക്ക് പോയില്ലേ, ആ സമയത്തൊക്കെ ഞാൻ അല്ലാതെ വിഷമത്തിലായിരുന്നു. എനിക്ക് താൻ പോയിട്ട്, താനില്ലാണ്ട് എനിക്ക് വയ്യടോ, എൻ്റെ വീട്ടിലേക്കൊന്നും ഞാൻ അങ്ങനെ പോവാറുണ്ടായിരുന്നില്ല. താൻ വന്നതിന് ശേഷം ഞങ്ങളുടെ വീടൊരു വീടായത്, താനവിടെ താമസാക്കിയതിന് ശേഷമാണ് ഞങ്ങളുടെ വീട്ടിൽ പരസ്പര സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ടായി തുടങ്ങിയത്. അങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് ഇവളിങ്ങനെ കയ്യും കെട്ടി നോക്കി നിൽക്കണം ഇവൻ്റെ മുഖത്തേക്ക്. അപ്പോൾ അവസാനം താനെന്തൊന്നും പറയാത്ത നിധി എന്ന് ചോദിക്കുന്നുണ്ട്. ആ ഒരു സമയത്താണ് നമ്മുടെ നിധി എന്ന ബോംബ് പൊട്ടിത്തെറിക്കുന്നുണ്ട്. കാരണം നിധി പറയുന്നുണ്ട്, തൻ്റെ പറച്ചിൽ കഴിഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൻ ചോദിക്കുമ്പോൾ എന്തേ എന്ന് ചോദിക്കുകയാണ്. അല്ല, ഇനി എനിക്ക് പറയാലോ അല്ലേ എന്ന് പറയുമ്പോൾ പറയാം. അപ്പോൾ ഇവൻ ഇടയ്ക്ക് പറയുന്നുണ്ട്, ഈ ഡിവോഴ്സ് വേണമെന്ന് പറയുമ്പോഴും തനിക്ക് എന്നോടൊരു ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടില്ലേ നിധി, ചെറിയൊരു ഇഷ്ടം തനിക്ക് എന്നോട് തോന്നുന്നില്ലേ എന്ന് വയ്ക്കുമ്പോൾ, താനിപ്പം എന്നോട് ചോദിച്ചത് ഇഷ്ടമോ തന്നോട്, എന്തിന്, തന്നെ പോലെ ഒരു ക്രിമിനലിനെ സ്നേഹിക്കാൻ എനിക്ക് താല്പര്യമില്ലടോ, താൻ അങ്ങനെ അങ്ങോട്ട് തുടങ്ങി വെക്കുകയാണ്. താൻ എന്തൊക്കെ നുണയടോ എന്നോട് പറഞ്ഞിട്ടുള്ളത്, തനി ഫ്രോഡാണ്, താൻ എന്തൊക്കെ നുണയാണ് പറഞ്ഞത്, പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് അവിചാരിതമായിട്ടാണ് നമ്മുടെ കല്യാണം നടന്നതെന്ന് പറഞ്ഞില്ലേ, അവിടുന്ന് താൻ എന്താ എന്നോട് പറഞ്ഞ, ഒരു പ്രൂഫും ഇല്ലാണ്ട് നമ്മളെ കല്യാണം എങ്ങനെയാണ് നടത്തിയതെന്ന് താൻ ചോദിച്ചപ്പോൾ അത് പോലീസുകാർ സംഘടിപ്പിച്ചതാണെന്നല്ലേ പറഞ്ഞത്, പക്ഷേ താനല്ലടോ എൻ്റെ ആധാറിൻ്റെ കോപ്പി അവിടെ കൊടുത്ത് എന്ന് പറയുമ്പോൾ ഇവൻ ആകെ അന്തം വിടും. ഇതൊക്കെ എങ്ങനെയാണ് ഇവൾ അറിഞ്ഞ് എന്ന് മനസ്സിലാവുന്നില്ല സുധീഷിന്. അപ്പോൾ പറയും, ഞാൻ എവിടേക്ക് പോയതെന്ന് തനിക്ക് അറിയിക്കുമ്പോൾ, ഓഫീസിലല്ലേ ഇത് നോക്കിയപ്പോൾ, ഓഫീസിൽ നിന്ന് എങ്ങടെ പോയെന്ന് അറിയോ തനിക്ക് വയ്ക്കുമ്പോൾ, ഇല്ല എന്നറിയണം. അപ്പോൾ പറയും, തൻ്റെ ഗോപി പോലീസില്ലേ, ഗോപി പോലീസിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത് എന്ന് പറയണം. അതിലിവന് മനസ്സിലായി പിടിക്കപ്പെട്ടു എന്നുള്ളത്. അതിലിവന് നിധി എന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ, അതേടോ എനിക്ക് അന്നേ സംശയം ഉണ്ടായിരുന്നു. ആദ്യത്തെ പ്രാവശ്യം ഡിവോഴ്സിന് പോയപ്പോഴേ ഗോപി പോലീസ് വിളിച്ചപ്പോഴേ എനിക്ക് അന്ന് സംശയം ഉണ്ടായിരുന്നു. അന്ന് താനത് ഓരോരോ നടന്ന ന്യായങ്ങളും പറഞ്ഞ് ഞാൻ കഴുതയാണ്, ഞാനത് വിശ്വസിച്ചു. രണ്ടാമതും ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇന്ന് ഗോപി പോലീസിനെ പോയി കണ്ടത്. അവിടെ പോയപ്പോഴാണ് ഞാൻ വിവരങ്ങളൊക്കെ അറിഞ്ഞതെന്ന് പറയുമ്പോൾ പിന്നെ ഇവനൊന്നും പറയാൻ നിവൃത്തി, ഇവനാകെ അങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. കാരണം ഇങ്ങനെ ഒരു മൂവ് ഇവൾ നടത്തുമെന്ന് ഇവൻ സ്വപ്നേബി വിചാരിച്ചിട്ടില്ല കാര്യം. കാരണം ഇവൻ എന്ത് പറഞ്ഞാലും ആ പൊട്ടിക്കാളെ ഇത് മുഴുവൻ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പറയും, നിങ്ങൾ എന്നെ ചതിക്കുകയായിരുന്നു, അവിടെ കൊണ്ടുപോയിട്ട് ഫേക്ക് കല്യാണം എന്നല്ലേ ഇത് പറഞ്ഞിരുന്നത്, പക്ഷെ അത് ഫേക്ക് കല്യാണം, റിയൽ മാരേജ് ആയിരുന്നു അത്. അതിന് വേണ്ടുന്ന കടലാസുകൾ നിങ്ങൾ കൊടുത്തു. എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അവിടുത്തെ രജിസ്റ്ററിൽ വരെ നിങ്ങൾ എന്നെ കൊണ്ട് ഒപ്പിടിച്ചു. ഒരു പെൺകുട്ടിയെ ചതിക്കുകയല്ലേ നിങ്ങൾ ചെയ്തത് എന്ന് പറയാണ്. അപ്പോൾ ഇവൻ പറയും, നിധി എന്താ ഈ പറയേണ്ടത്, ഒരിക്കലും ഞാൻ നിധിയെ ചതിച്ചിട്ടില്ല, അറിയുമ്പോൾ മിണ്ടരുത്,
ഇതുവരെ നിങ്ങൾ നുണയെ പറഞ്ഞിട്ടുള്ളൂ, നിങ്ങളൊരു നുണയനാണ്, ചതിയനാണ്, ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ചാണ് നിങ്ങൾ കളിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവനാകെ അടി കിട്ടിയ പോലെ നിൽക്കുകയാണ്, കാരണം പ്രതീക്ഷിച്ചില്ല. ഇനി എനിക്കിഷ്ടമാണ് ഇപ്പം ഇവൻ വിചാരിച്ചത് 10 ബലൂൺ കൊടുത്ത് കെട്ടി തൂക്കി കുറച്ച് തോരണങ്ങളൊക്കെ തൂക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് അവനോട് ഇഷ്ടമാവുമെന്നോ, അതാണോ അവൻ വിചാരിച്ചത്. അപ്പോൾ അവൾ പറയും, ഞാൻ നിങ്ങളെ കൂടെ കല്യാണം കഴിച്ച് ഇവിടെ ജീവിക്കാൻ വേണ്ടി വന്നതല്ല, എനിക്ക് എൻ്റെ സ്വപ്നങ്ങളുണ്ട്, എനിക്ക് എൻ്റെ സ്വപ്നങ്ങൾ, ഞാൻ പഠിച്ചൊരു ജോലി വാങ്ങി എൻ്റെ നിലയ്ക്കും വിലയ്ക്കും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അല്ലാണ്ട് ആ കല്യാണം ഒഴിവാക്കി ഞാൻ നിങ്ങളെ കൂടെ ഓടി ഒളിച്ചോടി നിങ്ങളെ കൂടെ ജീവിക്കാനാണെന്ന് നിങ്ങൾ വിചാരിച്ചോ എന്ന് ചോദിക്കാൻ. ഇവിടെ വരണു, കല്യാണം കഴിക്കണു, ഇവിടെ മറ്റേ ഇത് നടത്തണു, എല്ലാം നിങ്ങൾ ചെയ്തു അല്ലേ എന്നൊക്കെ പറയാം. അപ്പോൾ അത് സത്യത്തിൽ അതൊന്നും ഇവൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. വീട്ടുകാരാണ് ഇതിൻ്റെ അന്നത്തെ പരിപാടിയൊക്കെ വെച്ചത്, അതായത് ഗെറ്റ് ടുഗദർ പോലെയൊക്കെ വെച്ച് എല്ലാവരും വിളിച്ച് പറഞ്ഞ് റിസപ്ഷനൊക്കെ വെച്ചിട്ടേ. അപ്പോൾ അതൊന്നും സത്യത്തിൽ ഇവൻ അറിയുന്നില്ല. അപ്പോൾ പറയാം, അതൊക്കെ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലേ. അറിയുമ്പോൾ നിധി, ഞാൻ പറയേണ്ടത് നീ ഒന്ന് കേൾക്കണം. വേണ്ട, നിങ്ങൾ ഇത്ര നാളും പറഞ്ഞില്ലേ, നിങ്ങൾ പറഞ്ഞത് മുഴുവൻ നുണയായിരുന്നു, നിങ്ങളെ ഞാൻ എപ്പോഴൊക്കെയോ ഞാൻ വിശ്വസിച്ചു, അതൊക്കെ വിശ്വാസം ഇല്ലാതെയായില്ലേ, നിങ്ങൾ വെറും നുണയനാണ്, നിങ്ങൾ ചതിയനാണ് എന്നൊക്കെ അങ്ങനെ പറയാണ്. നിങ്ങൾ എങ്ങനെ ഞാൻ നിങ്ങളെപ്പോലെ ഒരു ഫ്രോഡിനെ സ്നേഹിക്കുന്നത്? നിങ്ങളെ കൂടെ ജീവിക്കാനാണോ ഞാൻ എൻ്റെ വീട് വിട്ടു വന്നത്? എൻ്റെ കരിയർ, എൻ്റെ സ്വപ്നങ്ങൾ, എൻ്റെ ജോലി, അതിനനുസരിച്ചുള്ളൊരു ജീവിതം എല്ലാം സ്വപ്നം കണ്ടിട്ടാണ് ഞാൻ എൻ്റെ വീട് വിട്ട് ഇറങ്ങി തിരുവനന്തപുരത്ത് വന്നത്. അല്ലാണ്ട് നിങ്ങളെ പ്രേമിച്ച് നിങ്ങളെ കൂടെ കല്യാണം കഴിച്ച് ഇവിടെ ജീവിക്കാൻ വേണ്ടിയൊന്നും അല്ല. നിങ്ങൾ എന്താ എന്നെക്കുറിച്ച് വിചാരിച്ചത് എന്നൊക്കെ ചോദിച്ചിട്ട് എന്താ പറയുക, അങ്ങോട്ട് നിധി അങ്ങോട്ട് പൊട്ടി ഒഴുകാണ്, ഒക്കെ തല്ലി തകർത്ത് ഒഴുകുന്ന നദി പോലെ എന്നൊക്കെ പറയും പോലെ, അങ്ങനെ ഡാം തുറന്നു വിട്ട പോലെ അങ്ങനെ കടന്ന് നിങ്ങളൊരു മനുഷ്യനാണോ, ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ചാണോ നിങ്ങൾ ഈ കളിച്ചത് എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ചൂടാവുണ്ട്. ഇപ്പോൾ പറയും, നിധി, ഞാൻ സത്യം നിധി, എനിക്ക് നിധി അത്രയ്ക്ക് ഇഷ്ടമാണ്, നിധിയെ ഞാൻ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത്, നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് മനുഷ്യ എന്നെ പ്രപ്പോസ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് അതിനുള്ള യോഗ്യത എന്താണ് ചോദിക്കുകയാണ്. നിങ്ങളെപ്പോലുള്ളൊരു വ്യക്തിയുടെ ഭാര്യയായിട്ട് ഇരിക്കാനാണോ ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ടത്? നിങ്ങളാരാന്നുള്ളത് നിങ്ങൾക്ക് അറിയാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിൽ ഇവരൊന്നും വിടുന്നത്, നിധി എന്താ നിധി ഇങ്ങനെയൊക്കെ സംസാരിക്കും, നിന്ന് കരച്ചില. അപ്പോൾ ഭയങ്കര കരച്ചിലറിയുക, നീ അങ്ങനെയൊന്നും പറയല്ലേ നിധി എന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് പറഞ്ഞാലും ഇവിടെ അടുക്കില്ല, എനിക്ക് നിങ്ങളെ മനസ്സിലായി, പാവം നിങ്ങൾ വീട്ടുകാരെ പോലെ നിങ്ങൾ പറഞ്ഞു പറ്റില്ലേ, നുണ പറയുമായിരുന്നു അതെനിക്കറിയാം, പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞത് എൻ്റെ ജീവിതം വെച്ചുള്ള നുണയായിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒന്നും പറയാൻ നിവർത്തിയില്ല, കാരണം ഇനി എന്ത് പറയും, എന്താണ് പറയേണ്ടത് പോലും സുധീഷിന് അറിയുന്നില്ല. അതിലറിയാം, ദൈവത്തെ ഓർത്ത് ഇനി എൻ്റെ വഴിയിൽ നിങ്ങൾ വരല്ലേ, എൻ്റെ മുന്നിൽ പോലും നിങ്ങൾ വരല്ലേ, നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എൻ്റെ വഴി, എന്നെ വെറുതെ വിട്ടേക്ക്, ഇത്രയും കാലം നിങ്ങൾ ചെയ്തു തന്ന സഹായങ്ങൾക്കൊക്കെ നന്ദിയുണ്ട് പറയും നിധി. അങ്ങനെ പറഞ്ഞത് പിന്നെ ആധാർ കാർഡ് നിങ്ങൾ ഇല്ലയെന്ന് പറഞ്ഞില്ലേ എന്ന് പറയാണ്. എത്ര ഹോസ്റ്റലിൽ ഞാൻ കയറി ഇറങ്ങി, എത്ര ജോലിയുടെ കാര്യത്തിന് ഞാൻ പോയി, അപ്പോഴും നിങ്ങളുടെ ഫോണിൽ എൻ്റെ ആധാർ കാർഡിൻ്റെ കോപ്പി ഉണ്ടായിട്ട് പോലും എനിക്കത് തന്നില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ ചെയ്തില്ല? നിങ്ങളെ വീട് വിട്ട് ഞാൻ ഇറങ്ങാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്തതല്ലേ അറിയും. അല്ല നിധി, അത് എനിക്ക് അറിയില്ലായിരുന്നു, ഞാൻ മറന്നു പോയിരുന്നു അറിയും. കള്ളം പറയണ്ട, കല്യാണം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഫോണിൽ ആ ആധാറിൻ്റെ കോപ്പി ഉണ്ടായിരുന്നില്ലേ? എന്നിട്ട് നിങ്ങളത് എന്താ പറഞ്ഞത്? അത് അവിചാരിതമായിട്ട്, എങ്ങനെ അവിചാരിതമായിട്ട് വന്നു? പിന്നെ ആവശ്യങ്ങൾക്കൊന്നും എനിക്ക് ആ കോപ്പി തന്നിട്ടില്ല. എത്രയോ പ്രാവശ്യം ഞാൻ ഈ പ്രൂഫുകളൊന്നും ഇല്ലാണ്ട് എന്തുമാത്രം ബുദ്ധിമുട്ടി, അപ്പോഴും നിങ്ങൾ ഉള്ളിൽ ചിരിക്കുകയായിരുന്നില്ലേ, എന്നെ ഇട്ട് കുരങ്ങ് കളിപ്പിക്കുകയായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും നമ്മളുടെ സുധീഷ് ആകെ നട്ടം തിരിഞ്ഞു. സുധീഷ് വിചാരിച്ചു എങ്ങനെയെങ്കിലും ഇവളുടെ അടുത്ത് കുറേ ഇതാക്കി നിന്ന് അവസാനം അവൾക്ക് അവനോട് സ്നേഹം തോന്നി, അവൾ തിരിച്ചു വരും എന്നൊക്കെ തന്നെയാണ് വിചാരിച്ചത്. പക്ഷേ അവൾ എത്രത്തോളം അവനെ വെറുക്കുന്നു, അതിൻ്റെ ഇരട്ടി ഇപ്പോൾ കൂടുതൽ വെറുപ്പായി അവനോട്. നിങ്ങളെനിക്ക് കാണണ്ട, നിങ്ങളെൻ്റെ മുന്നിൽ പോലും വരരുത്. കുറേ ഡയലോഗുകളുണ്ട് കേട്ടോ, ഞാനത് മുഴുവനെ പറഞ്ഞിട്ടില്ല, കിട്ടുന്നില്ല പറയാൻ, അത്രയ്ക്ക് ഉണ്ട് ഡയലോഗുകൾ. പറയും, നിങ്ങളെൻ്റെ മുന്നിൽ വരരുത്, എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല, നിങ്ങൾ പിന്നെ തനി ഫ്രോഡാണ് അറിയാം. അപ്പോൾ നിധി അങ്ങനെയൊന്നും പറയല്ലേ നിധി, എന്നെ ഇങ്ങനെ ഫ്രോഡ് ഇതൊന്നും വിളിക്കല്ലേ പറയും. അപ്പോൾ പിന്നെ നിങ്ങളെ ഞാൻ എന്താ വിളിക്കേണ്ടത്? നിങ്ങളൊരു ചതിയനാണ്, നിങ്ങളൊരു നുണയനാണെന്ന് പറഞ്ഞിട്ട് ഷാപ്പിനൊക്കെ കുത്തി പിടിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല, അത്രയ്ക്ക് കാരണം കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. ഇത്രയും നാൾ നിങ്ങൾ എന്നെ ചതിക്കുകയായിരുന്നു, ഞാനൊരു വെറും കഴുതല്ല, മരക്കഴുത. നിങ്ങൾ പറയുന്നത് മുഴുവൻ ഞാൻ വിശ്വസിച്ച് ഞാൻ അതുപോലെയൊക്കെ ചെയ്തു. എന്നിട്ടിപ്പോൾ എന്താ ഉണ്ടായത് എന്നൊക്കെ പറയുന്നുണ്ട്. അവിടുന്ന് പറയും, ഇനി നിങ്ങൾ എൻ്റെ വഴിയിൽ തന്നെ വന്ന് പോകരുതെന്ന് പറഞ്ഞിട്ട് നിധി അവിടുന്ന് പോവുകയാണ്.
അതിൻ്റെ പിന്നെ നിധി പോവല് നിധി എന്നിട്ട് പോവലേ എന്ന് പറഞ്ഞാൽ അവിടെ കിടന്ന് ബഹളത്തോട് ബഹളം. നിധി അതൊന്നും മൈൻഡ് ചെയ്യില്ല. നിധി പോകുന്നുണ്ട്. അവിടെ നിന്ന് ചുമരിൻ്റെ മുകളിൽ കൊണ്ടു കൈയടിക്കണു. ആകെ ദേഷ്യം, അവന് സങ്കടവും ദേഷ്യവും ഒക്കെ കൂടെ വന്ന് കുറേ നേരം നിന്ന് കരയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ ഓട്ടോയിലാണ് വരുന്നത്. അപ്പോൾ നിധി ഓട്ടോയിലും ഇവൻ സ്കൂട്ടറിലാണ് രണ്ടുപേരും കൂടെ പോയത്. പിന്നെ അവൻ സ്കൂട്ടറിലും വരുന്നുണ്ട്. വന്ന് നേരെ ചെല്ലുമ്പോഴേക്കും ഇവരൊക്കെ കിടന്നണു, ഏട്ടന്മാരും അനിയനും ഒക്കെ കിടന്നിട്ടുണ്ട്. അപ്പോൾ കിടന്ന സമയത്ത് നിധി ആരോടും മിണ്ടാണ്ട് വേഗം റൂമിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി. പിന്നെ സുധീഷ് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ എത്ര പെട്ടെന്ന് പോയി വന്നോ എന്ന് ചോദിക്കുക. അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ അടുക്കളയിൽ പോയി മുഖമൊക്കെ കഴുകുന്നുണ്ട്, കരങ്ങി നിന്നിട്ട് മുഖമൊക്കെ കഴുകി വരുമ്പോൾ ചോദിക്കുന്നുണ്ട്, എടാ നിങ്ങൾ പോയോ എന്ന്. അപ്പോൾ നികേഷും ഹരീഷും നീച്ചിട്ടുണ്ട്. സുധീഷേട്ടാ പറഞ്ഞോ, സുധീഷേട്ടാ നിധിയടുത്തിയോട് പറഞ്ഞോ, അപ്പോൾ എൻ്റെ ഇഷ്ടം ഞാൻ പറയും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകണത്, വലിയ വീമ്പിളക്കിയിട്ട്. അപ്പോൾ പറഞ്ഞോ ചോദിക്കുമ്പോൾ പറയും, ഇല്ലടാ എന്ന് പറയും. അതെന്താ പറഞ്ഞില്ല? ഇപ്പോൾ ഇത്രയും നേരം പിന്നെ നിങ്ങൾ എന്തെടുക്കുമായിരുന്നു ചോദിക്കുമ്പോൾ, ഞങ്ങൾ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സംസാരത്തിനിടയിലൊന്നും പറയായിരുന്നില്ലേ, പറഞ്ഞില്ലടാന്ന് പറയും. അപ്പോൾ പിന്നെ ഇവങ്ങനെ വിങ്ങാണ്, ഇവനിങ്ങനെ മനസ്സ് വിങ്ങുക. അപ്പോൾ ഹരീഷ് നികേഷ് അല്ലെങ്കിൽ ഇവിടുന്ന് വലിയ ബിൽഡപ്പൊക്കെ ചെയ്ത് പോയപ്പോൾ ഞങ്ങൾ വിചാരിച്ചതന്നെ ചിലപ്പോൾ പറയില്ല, വെറുതെ കാട്ടിക്കൂട്ടുന്നത് ഞങ്ങൾ അപ്പോഴേ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനൊരു അക്ഷരമുണ്ടല്ലോ. പക്ഷേ സുഭാഷിന് എന്തോ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. സുഭാഷിന് മനസ്സിലായി എന്തോ ഇവരുടെ ഇടയിൽ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായിട്ടോ. അങ്ങനെ പിന്നെ ഇവൻ വന്ന് അവിടെ കിടക്കുകയാണ്. സുധീഷ് ഒന്ന് കിടക്കുന്നുണ്ട്. സുഭാഷിൻ്റെ അടുത്താണ് വന്ന് കിടക്കുന്നത്. സുഭാഷിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ കിടന്നപ്പോൾ, നിങ്ങൾ ഭക്ഷണം കഴിച്ചു നോക്കുമ്പോൾ ഇല്ല എന്ന് പറയും. അവൻ സത്യം പറയും, ഇല്ലേ ഇത്ര നേരം ഭക്ഷണം കഴിച്ചിരിക്കുമ്പോൾ അല്ല കഴിച്ചു എന്ന് പറയും. പിന്നെ എന്താടാ നിനക്ക് പറ്റിയത് പറയുമ്പോൾ ഇങ്ങനെ കരയുന്നുണ്ട്. അപ്പോൾ എന്നാലും സുധീഷേട്ടാ എത്രയും സംഭവം ഇതുണ്ടായിട്ട് ഏട്ടനൊന്നും പറഞ്ഞില്ലല്ലോ, കഷ്ടമുണ്ട് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഹരീഷ്. അപ്പോൾ ഹരീഷിനൊന്നും ആരും ഇവൻ്റെ മുഖം ശ്രദ്ധിക്കുന്നില്ല, കാരണം അവൻ കരയാണ്. അപ്പോൾ അതാരും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ പറയും, മിണ്ടണ്ട കിടക്കട, അവൻ കിടന്നോട്ടെ, അവൻ പറഞ്ഞോളൂ, അവന് പറയാനുള്ള സമയം ആയിട്ടുണ്ടാവില്ല, അതായിരിക്കാം. അപ്പോൾ അവൻ പറയുന്നുണ്ട്, സുധീഷും പറയുന്നുണ്ട്, അത് പറയാനുള്ള സമയമായിട്ടില്ല, പറയാനുള്ള സമയമാകുമ്പോൾ ഞാൻ പറഞ്ഞോളാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സുഭാഷൻ പറയും, നിങ്ങൾ ഉറങ്ങാൻ നോക്ക്, അവന് സമയമാകുമ്പോൾ അവൻ പറഞ്ഞോളും, നിങ്ങളിപ്പോൾ നിർബന്ധിക്കാനൊന്നും നിൽക്കണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇവ ഇങ്ങനെ മിണ്ടാണ്ട് നിൽക്കുക. അപ്പോൾ എന്താടാ എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല ഏട്ടാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തേങ്ങി കരയാണ്. അപ്പോൾ പിന്നെ സുഭാഷിന് ഏതാണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായി, ഏകദേശ രൂപം മനസ്സിലായിട്ടോ. പിന്നെ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ കാറ്റത്തെ കിളിക്കൂടിൻ്റെ കഥ വരുന്നത്. പിന്നെ അപ്പോൾ സിദ്ധാർത്ഥനാണെങ്കിൽ ഇവളോടൊരു ഇഷ്ടമുണ്ട്. അത് കാരണം ഇക്ക കസിൻസ് അല്ലേ എന്ന് ഇയാളൊരു 3-4 വട്ടം ചോദിച്ചിട്ടുണ്ട്. നിധിയുടെ കസിൻസ് ആണല്ലോ അല്ലേ എന്നിങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവളൊക്കെ അപ്പോഴും അതേ എന്നുള്ള ആൻസർ മാത്രമേ പറയുന്നുണ്ട്. പക്ഷേ ഇവൾ ഒരു കാര്യം പറയുന്നുണ്ട്, ഞാൻ ഇതുവരെ എടുത്ത തീരുമാനത്തിൽ ഒരു മാറ്റമില്ല, എൻ്റെ ഡിവോഴ്സ് ഞാൻ നടത്തിയിരിക്കുന്നു അവൾ തീർത്ത് പറയുന്നുണ്ട്. ഇനി അങ്ങോട്ട് മുമ്പോട്ട് ഒരു ഇതില്ല, ഞാൻ ആ ഡിവോഴ്സിൽ തന്നെ ഉറച്ചു നിൽക്കും, ആ ഡിവോഴ്സ് ഞാൻ നടത്തിയെടുത്തിരിക്കും എന്നിങ്ങനെ തീർത്ത് പറയുന്നുമുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ കാര്യത്തെ കിളിക്കൂടിൻ്റെ കഥ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു. താങ്ക് യു.